നമസ്കാരം. ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിൽ തുടർച്ചയായ രണ്ടാമത്തെ കളിയിലും ബാറ്റിംഗിൽ വൻ ദുരന്തമായി മാറിയിരിക്കുകയാണ് റൺമെഷീനും മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലി. പെർത്തിന് പിന്നാലെ അഡ്ലെയ്ഡ് ഓവലിലും അക്കൗണ്ട് തുറക്കാൻ അദ്ദേഹത്തിനായില്ല. ഏകദിന കരിയറിൽ ഇതാദ്യമായിട്ടാണ് തുടരെ 2 മത്സരങ്ങളിൽ കോഹ്ലി ഡെക്കായത്. നീണ്ട ഗ്യാപ്പിനു ശേഷം ദേശീയ ടീമിലേക്കുള്ള മടങ്ങിവരവിൽ ഇത്രയും വലിയൊരു തിരിച്ചടി അദ്ദേഹം തീർച്ചയായും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ബാറ്റിംഗിലെ ദയനീയ പ്രകടനത്തോടെ ഏകദിനത്തിൽ കോഹ്ലിയുടെ ഭാവിയും ഇതോടെ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. മൂന്നാമത്തെയും അവസാനത്തെയും ഏകദിനത്തിലും അദ്ദേഹം ബാറ്റിംഗിൽ ഫ്ലോപ്പായാൽ പകരക്കാരനായി മറ്റൊരാളെക്കുറിച്ച് ഇന്ത്യക്ക് ആലോചിക്കേണ്ടതായി വരും. കോഹ്ലിക്ക് പകരം 3-ാം നമ്പറിൽ ഇന്ത്യക്ക് പരീക്ഷിക്കാവുന്ന ചില മികച്ച താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. നിലവിലെ ഫോം പരിഗണിക്കുമ്പോൾ 2027 അടുത്ത ICC ഏകദിന ലോകകപ്പിൽ വിരാട് കോഹ്ലിയെ ഇന്ത്യൻ ടീമിൽ പ്രതീക്ഷിക്കേണ്ടതില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം തെറിച്ചേക്കും. കോഹ്ലിക്ക് പകരം 3-ാം നമ്പര് ഇന്ത്യക്ക് ഏൽപ്പിക്കാവുന്ന ഒരാള് യുവ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടർ തിലക് വർമ്മയാണ്. T20 ഫോർമാറ്റിൽ ദേശീയ ടീമിലെ അവിഭാജ്യ ഘടകമായി മാറിയ അദ്ദേഹത്തിന് ഏകദിനത്തിലും തകർപ്പൻ ഇന്നിംഗ്സുകൾ കളിക്കാനുള്ള ശേഷിയുണ്ട്. ബാറ്റിംഗിൽ മാത്രമല്ല, സ്ലോ ബൌളറായി ബൌളിംഗിലും ടീമിന് മുതൽക്കൂട്ടായി മാറുന്നയാളാണ് തിലക്. നിലവിലെ ഇന്ത്യൻ ടോപ്പ് 4 ബാറ്റിംഗ് എടുത്താൽ അവിടെ ഒരു ഇടംകയ്യൻ ബാറ്റർ പോലുമില്ല. എന്നാൽ 3-ാമനായി തിലകിനെ ഇറക്കിയാൽ ഇന്ത്യക്ക് ഈ കുറവ് നികത്താം. അതുകൊണ്ട് തന്നെ 3-ാമനായി പെർഫെക്റ്റ് താരം തന്നെയാണ് തിലകെന്ന് നിസ്സംശയം പറയാം. T20യിൽ ദേശീയ ടീമിനായി 32 മത്സരങ്ങളിൽ കളിച്ചു കഴിഞ്ഞെങ്കിലും ഏകദിനത്തിൽ വെറും 4 മത്സരങ്ങളിൽ മാത്രമേ അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളൂ. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ തിലകിന്റെ റെക്കോർഡ് വളരെ മികച്ചതാണ്. 40 മത്സരങ്ങളിൽ നിന്നും 5 സെഞ്ചുറികളും 10 ഫിഫ്റ്റികളുമടക്കം 1645 റൺസ് അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. യുവ ഇടംകയ്യൻ ബാറ്ററായ സായ് സുദർശനാണ് കോഹ്ലിയുടെ പകരക്കാരനായി 3-ാം നമ്പറിലേക്ക് ഇന്ത്യക്ക് കൊണ്ടുവരാവുന്ന 2-ാമത്തെ താരം. തിലക് വർമ്മയെപ്പോലെ ഇടംകയ്യൻ ബാറ്ററാണെന്നത് അദ്ദേഹത്തിന് പ്ലസ് പോയിന്റാണ്. ടെസ്റ്റിലെ പുതിയ 3-ാം നമ്പർ താരമായി സായ് തന്റെ സ്ഥാനം പതിയെ ഉറപ്പിക്കുകയാണ്. ഇനി ഏകദിനത്തിലും ഇതേ റോളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള സാധ്യത തള്ളാൻ കഴിയില്ല. ഏകദിനത്തിൽ ഇന്ത്യക്കായി 3 മത്സരങ്ങളിൽ സായ് ഇതിനകം കളിച്ചു കഴിഞ്ഞു. ഇവയിൽ തകർപ്പൻ പ്രകടനവും അദ്ദേഹം നടത്തിയിരുന്നു. 2 ഫിഫ്റ്റികളടക്കം 63.50. ശരാശരിയിൽ സായ് അടിച്ചെടുത്തത് 127 റൺസാണ്. ഇത്രയും ഗംഭീര റെക്കോർഡുണ്ടായിട്ടും അദ്ദേഹത്തിന് പിന്നീട് ഏകദിന ടീമിന്റെ ഭാഗമാവാൻ കഴിഞ്ഞിട്ടില്ലെന്നതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. എന്നാൽ കോഹ്ലി ഇപ്പോൾ 3-ൽ പതറവെ സായിയെ തിരികെ വിളിക്കാൻ സെലക്ടർമാർ ആലോചിച്ചേക്കും. മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ ആണ് 3-ാം നമ്പറിലേക്ക് മറ്റൊരു മികച്ച ഓപ്ഷൻ. 3 മുതൽ 5 വരെ എവിടെയും ബാറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. അവസാനം കളിച്ച ഏകദിനത്തിൽ മാച്ച് വിന്നിംഗ് സെഞ്ചുറി കുറിച്ചിട്ടും പിന്നീടൊരിക്കലും ടീമിനായി കളിക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടില്ല. 16 ഏകദിനങ്ങളിലാണ് സഞ്ജു ഇതിനകം കളിച്ചത്. 56.66 എന്ന തകർപ്പൻ ശരാശരിയിൽ 510 റൺസും സ്കോർ ചെയ്തു. 1 സെഞ്ചുറിയും 3 50+ സ്കോറുകളും ഇതിലുൾപ്പെടുന്നു.